ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നും വലയിട്ടിട്ടുണ്ട്. നമ്മൾ വല വലിക്കാൻ വന്നിരിക്കുന്നതാണ്. ഇത് നമ്മുടെ കുറ്റിയാണ്. ഈ കുറ്റി അനങ്ങുന്നുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് വല വലിക്കാം. ഇപ്പം വെള്ളം ചെറുതായിട്ട് ഇറക്കം തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതേരെ വല വലിക്കാം. തുടങ്ങുന്നു. വല നമ്മൾ അഴിച്ചിട്ടുണ്ട്. കൊച്ചുവെള്ളം ഇവിടെ കിടപ്പുണ്ട്. മീനെ വല വന്ന് മുട്ടിയിട്ട് പോയതാണ്. അതാണ് ആ കുറ്റി ഉടക്കിയത്, കിടന്ന് അനങ്ങിയത്. ഫസ്റ്റിലെ ഒരു തൂളിയ. ഒരു ചെറിയ മീനുണ്ട്. അറിഞ്ഞില്ല ഉണ്ടോ? ഇന്നലെ ഞാൻ വല വലിച്ചപ്പോൾ എൻ്റെ കയ്യെ ചില്ലാൻ കൊണ്ട് ഇത് കണ്ടോ, അതിനെ എടുത്ത് കളയാം. അല്ലേ അത് അപകടോ. മഴ തുടങ്ങി, ചെറുതായിട്ട് പൊടിക്കാൻ തുടങ്ങി. അവിടെ ഒരു മീൻ മഞ്ഞക്കുരി. മഞ്ഞക്കുരി അല്ലേ? ഒരു മീനുണ്ട്, അത് പോകുന്ന ലക്ഷണം. പോയി ശകല ഇറക്കം ഉണ്ടെങ്കിൽ അവനാണ്. ഒരു മീൻ വരുന്നത്. വല മീനുണ്ടെങ്കിൽ നമുക്കറിയാം. വല വലിക്കുമ്പോഴേ മീന് മുട്ടും. ഭാഗത്തെങ്ങൊന്നുമില്ല. വേണ്ട, ഇത് മഞ്ഞക്കുരി ഉണ്ട്. മഞ്ഞക്കുരി വന്നിട്ടുണ്ട്. വന്നില്ല, നടുഭാഗത്തൂടെ മീൻ വന്നില്ല. അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തൂടെ മീൻ വരാൻ ചാൻസ് ഇല്ല. നമ്മളിത് തന്നെ എടുക്കാൻ ഇപ്പം വളരെ കുറവുണ്ട് അല്ലേ? നമ്മളിത് ഇങ്ങനെ തന്നെ ചെയ്യുക, അല്ല ഇപ്പം തന്നെ എടുക്കും. വീണ്ടും തൂളി. ഇപ്പം മഞ്ഞക്കുരി വരാൻ തുടങ്ങിയിട്ടുണ്ട്. വേണ്ട, വീണ്ടും വരുന്നുണ്ട് തുളിയ. നമ്മൾ ഇന്ന് 2 വലയായിട്ടിരിക്കുന്നത്. ഒരു വല ഇട്ടിട്ടുണ്ട്. വല വലിച്ച് നമ്മുടെ തീരാറായി. ഇറമ്പിലായി. ചാടിയിട്ട് ക്യാമറയിൽ വെള്ളം വീഴുന്നുണ്ടല്ലേ? ഒരു മീൻ വരുന്നുണ്ട്. നല്ല പെരുത്ത തൂളിയ. ഇനിയുണ്ട്. ഇത് ഓടുന്നുണ്ട് പോലെ. അങ്ങാണ്ട് ഉടക്കിയിരിക്കുകയായിരുന്നു. മീൻ പോയി. ഇല്ല, രണ്ടിലൊക്കെ ഈ ഓലയും ഇതൊക്കെ വരും. വേണ്ട, കാണുന്നുണ്ടോ? അത് നല്ല പിടിച്ചിട്ട് തൂളിയ. ഒറ്റ ചാട്ടം. തൂളിക്ക് ഭയങ്കര കരുത്താണ്.
തൂളിയ അനങ്ങാതെ കിടന്നതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു. അനങ്ങാണ്ടൊരു ചെറിയ ഉടക്കുണ്ട്. പൂള തൂളിയ ഒറ്റ വല മതിയായിരുന്നു. പക്ഷേ 2 വല ഇട്ടില്ല. ഇനിയിപ്പോൾ അത് മതിക്കാതിരിക്കാൻ ഒക്കത്തില്ല. കരിമീന എല്ലാം കിടക്കട്ടെ. വലിച്ച് തീരുകയാണ് നമ്മൾ. മറ്റേ വലയോടെ വലിച്ചിട്ട് നമുക്ക് മീൻ എടുക്കാം. വലിയ വെള്ളത്തിൽ എഞ്ചിൻ വെള്ളത്തിലോട്ട് എടുത്തിടാം. അപ്പോൾ നമ്മൾ ഈ വല വലിച്ചു കഴിഞ്ഞു. ഒരു മീനിൻ്റെ ഊരിയിട്ടുണ്ട്. കിടക്കട്ടെ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വല ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവാം. നമ്മളിത് ഇതാണ് ഒരു കുറ്റി. ഇതേ കുറ്റി അനങ്ങുന്നുണ്ടോ? ഇതേ മീനുണ്ടെന്നുള്ള തെളിവാണ്. നമ്മുടെ കുറ്റി അനങ്ങുന്നുണ്ട്. ഇതിൽ മുഴുത്ത എന്തെങ്കിലും മീനായിരിക്കും, അല്ലേ അടുപ്പിച്ചടുപ്പിച്ച് തൂളി കാണും. മാവിൻ്റെ അടിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. വല വെള്ളമൊന്ന് ചുവനെ ഇട്ടിട്ട് വല വലിക്കാമെന്ന് വിചാരിച്ചാൽ വല വലിക്കാം. അതെ ഉണ്ടോ? ഈ മീനാണ് കുറ്റിയുടെ ഇറങ്ങി കിടന്നത്. പിന്നെയുണ്ട് അടിച്ചുകൊണ്ടാണ് കുറ്റി കിടന്ന് അനങ്ങിയത്. ഇനി വരുന്നുണ്ട്, ഇനിയുണ്ട്. ഇതിലൊത്തിരി ഉണ്ട്. ഇതിലൊത്തിരി ഉണ്ട്. അത്ര മീൻ കിടന്ന് ഓടുന്നതുകൊണ്ടാണ് കുറ്റി കിടന്ന്. ഓ പിന്നെ ഹൂളി വേണ്ട. ഇതൊരു കുറവായുണ്ട്. ഇനിയുണ്ട്. ചില്ലാന അവിടെ ഒരു ചില്ലാനല്ല, ഇതൊരു അറിഞ്ഞില്ല. അവിടെ ഒരു മീൻ കിടന്ന് അതിൻ്റെ അടിയിൽ വീണ്ടും മീനുണ്ട്. ഇത് നമ്മുടെ ഹെലികോപ്റ്ററാണ്. ഉണ്ടോ? ഓ എന്നാ സൈഡിലോട്ട് വെച്ചെന്ന് വെള്ളത്തിന്റെ പുറത്ത് വായ്ക്കോലിന്റെ പുറത്തോട്ട് അല്ലെങ്കിൽ അത് മൊത്തം കൂടെ കയറി ഓടക്കും. അത്രയും സ്ഥലത്തെ വല കീറിപ്പോവും. അങ്ങനൊരു ദോഷമുണ്ട്. മീൻ കിടന്ന് ഓടുക. തൂളിക്ക് ജനിതകമാറ്റം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് പുല്ലൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ തൂളിയുടെ ഒറിജിനൽ തൂളിയുടെ പള്ളവശത്തൂടെ ഒരു ചെറിയ ചുമല വരയുണ്ട്. പക്ഷെ ഇപ്പം കിട്ടുന്ന മീന് ആ വരയില്ല. പക്ഷെ അതിന് മുള്ള് കുറവാണ്. ഈ പുല്ലന് മുള്ള് കുറവാണ്. തൂളിയുടെ അത്ര മുള്ളില്ല. ആ കുഴപ്പമാണ്. പിന്നെ ഇനിയുണ്ട് കക്ക. മുഴുവൻ തൂളിയാ. മറ്റേ പോലെ 2 മഞ്ഞക്കുരി കിട്ടിയായിരുന്നു. പക്ഷെ ഇതിലൊരു മഞ്ഞക്കുരി എതിരായിട്ട് കണ്ടില്ല. ധൂളിയാണ് മുഴുവൻ. പിന്നെ വന്നു.
ഇനിയുണ്ട്. വേണ്ട, ഒന്നും രണ്ടും വീതമാണ് കയറി വരുന്നത്. കോല ചാടി നിൽക്കുന്നു. പോലെ അതെ കളഞ്ഞു വേണ്ടതേ കിടക്കുന്നു. പോയോ? ഇല്ല വേണ്ട വന്നത്. അതിനെ കളയാമെന്ന് വിചാരിച്ച് നമ്മൾ കോലയല്ല, ഇത് മുരശ. ഉണ്ടോ മുരശ കൂട്ട പൂള വരുന്നുണ്ട് കണ്ടോ. വല വലിച്ച് വരുമ്പോൾ പൂളയുടെ ഇതുവഴി അവരൊന്നും അറിയാനൊക്കുന്നില്ല. ഇവിടെ ഉണ്ട്. തുഴച്ച് തള്ളി കളയാം. വീണ്ടും തൂളിയാ. ഞാൻ വിചാരിച്ച് തൂളി കുറഞ്ഞെന്ന്. ഇതണ്ട, അയ്യോ ആ ഒരു പോള. ഇനി എന്തുണ്ട്? ഇറക്കം തുടങ്ങി. ഓ, പിന്നെയും തൂളി ഇനിയും ഉണ്ട്. ഈ മല കിടന്ന് ഓടുന്നുണ്ട്. ഇത് ഊരിപ്പോയി. ഓ ഉണ്ടോ? വേണ്ട, വരുന്നു. മറ്റേ വലയായിട്ട് കയറി കുരുങ്ങുക. വേണ്ട. ഓ, പിന്നെയും ഒരു പ്ലാസ്റ്റിക് ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അത് കളയാം. ആ തുളി പോയാലും വേണ്ടിയില്ല, അത് കളയട്ടെ. ഇത് കളയട്ടെ. ഈ മീനകത്ത് ഇതൂടെ വലിച്ചു വെച്ചാലേ ആ ചെളിക്കകത്ത് നിന്ന് നല്ല രസമുണ്ട്. ഇനിയുണ്ട്. മഴയാറുന്നുണ്ട്. മഴ ശക്തമാകുമെന്ന് തോന്നുന്നു. ഒരു നല്ല അറിഞ്ഞില്ല. വീണ്ടും തൂളി. നന്നായിപ്പോയി. അതേലും ഈ കണ്ടീഷന് മീൻ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആകെ കുഴഞ്ഞു പോയാന്. വേണ്ട, പിന്നെ ഇനിയുണ്ട്. ഒരു മീൻ വരുന്നുണ്ടോ? അത് പെരുത്തൊരു തുളി. ഇനിയും കിടക്കുന്നുണ്ടോ? പറമ്പിലായി. അതുകൊണ്ട് അപ്പുറേ ഉണ്ട്.
ഇവിടെ ഇത് തൂളി മാത്രമേ ഇതുവഴി വന്നുള്ളൂ. നമ്മൾ ഈ വല നമ്മുടെ വീടിൻ്റെ വാതിക്കലായിട്ടത്. ഈ വല നിറച്ചത് എടുത്ത് കളഞ്ഞിട്ട് ഒരു തൂളി ഇതിലുണ്ട്. എന്നായാലും ഇന്ന് രാവിലെ ഒരു ചെറുതായിട്ട് എൻ്റെ കൈയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വല വലിച്ചു തീർന്നു. വീട്ടിന് കടവില, നമ്മുടെ കടവിലാ കിടക്കുന്നു. അവിടെ വെള്ളം കിടക്കുന്നുണ്ട്. ഇഞ്ചിൻ വെള്ളത്തിലോട്ട് അടുപ്പിക്കുന്നു. രാമൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ? ഹഫന് നല്ല ബാലൻസ് ഇല്ലേ? അപ്പോൾ ഇനി നമ്മൾ വലയിലെ മീൻ എടുക്കുക. മീൻ എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. ഓക്കെ. ഇത്രയും മീൻ നമ്മൾ ഈ വലയിൽ നിന്ന് എടുത്ത് വരുമ്പോൾ ഒരു സമയമാകും. ഏതായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ മീൻ എടുത്തു കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് എന്തുമാത്രം മീൻ കിട്ടിയെന്ന് കാണിക്കാം. ഓക്കെ. നമ്മൾ ഇതേലെ മീൻ എടുക്കാൻ തുടങ്ങാം. എടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇതേലെ മീൻ മൊത്തം എടുക്കുക. ഇതേ പിന്നെ മഞ്ഞക്കൂരി ഒന്നുമില്ല, മറ്റേ വലയിലേ ഉള്ളൂ മഞ്ഞക്കൂരി. നമ്മൾ വല മൊത്തം വലിച്ച് നമ്മുടെ വീട്ടിൽ കടവിലെ എഞ്ചിൻ വെള്ളത്തിലോട്ടാണ് നമ്മൾ വന്ന് അടുത്തത്. എഞ്ചിൻ വെള്ളത്തിലോട്ട് നമ്മൾ വല മാടി മീനെടുത്ത് വെള്ളത്തിൽ വിട്ട് ഇന്ന് നമുക്ക് കിട്ടിയ മീനാണിത്. ഉണ്ടോ? മഞ്ഞക്കൂരിയുണ്ട്, കരിമീനുണ്ട്, കുറുവായുണ്ട്, വേറെ തൂളിയാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. ഒത്തിരി മീനുണ്ട്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.